നമസ്കാരം. മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുകയും വിവിധ മണ്ഡലങ്ങളിൽ കരുത്തു തെളിയിക്കുകയും ചെയ്തതോടെ വലിയ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ BJP നേതൃത്വം. ഏത് തന്ത്രം പയറ്റിയാലും ശരി അധികാരത്തിലെത്തുക എന്ന അജണ്ടയിലൂന്നിയാണ് ഇവർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് എല്ലാവിധ പിന്തുണകളും ദേശീയ നേതാക്കൾ നൽകുന്നുമുണ്ട്. BJPയുടെ ഈ വിധം നീക്കങ്ങളെ എങ്ങനെ പ്രതിരോധിക്കും എന്ന ആശങ്ക ഇരു മുന്നണികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സുൽത്താൻ ബത്തേരിയിൽ നടന്ന കോൺഗ്രസിൻ്റെ ഉന്നതതല യോഗത്തെ അത്യധികം പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നിരീക്ഷിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീണുകിട്ടിയ സുവർണാവസരമാണിപ്പോൾ ഉള്ളത്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി നൽകുന്ന പ്രതീക്ഷയാണ് അതിൽ പ്രധാനം. ആ അനുരണനങ്ങൾ തന്നെയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും നേട്ടമായി മാറിയത്. അല്ലാതെ KPCC നേതൃത്വത്തിൻ്റെ പ്രാഗൽഭ്യം കൊണ്ടതുമല്ല ഈ വിധം വിജയമുണ്ടായതെന്ന് ആർക്കാണ് അറിയാത്തത്? ഒപ്പം തന്നെ പിണറായി സർക്കാരിനെതിരെ ഉയരുന്ന അപസ്വരങ്ങളും. ഈ വിധം സാഹചര്യങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ BJPയെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ എന്നതും വ്യക്തം. KPCCയുടെ വയനാട് ക്യാമ്പിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് വിഷൻ 25 എന്ന പേരിൽ നയരേഖകൾ ആവിഷ്കരിച്ചു എന്നൊക്കെ നേതാക്കൾ മേനി പറയുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ അവിടെ നടന്നത് ഗൗരവമേറിയ രാഷ്ട്രീയ ആസൂത്രണങ്ങൾ ഒന്നുമല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അതിനു പകരം പാർട്ടിക്കുള്ളിലെ എതിരാളികളെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള അവസരമായാണ് മുതിർന്ന നേതാക്കൾ പോലും നേതൃയോഗത്തെ ഉപയോഗപ്പെടുത്തിയത്. KPCC അധ്യക്ഷൻ K സുധാകരനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആഞ്ഞടിച്ചത് തന്നെ ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം. സുധാകരനെ ക്രൂശിക്കാൻ ലഭിച്ച അവസരത്തെ A ഗ്രൂപ്പിൻ്റെ പിന്തുണയോടെ സതീശൻ വിദഗ്ധമായി ഉപയോഗിക്കുകയും ചെയ്തു. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ തെല്ലുപോലും മനച്ചേർച്ചയില്ലെന്ന് ഏവർക്കും നന്നായി അറിയാം. മാധ്യമ ക്യാമറകൾക്ക് മുമ്പിൽ ഗംഭീര അഭിനയം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും പരസ്പരം പാര പണിയാനുള്ള അവസരങ്ങളും കാത്താണ് ഇരുവരും ഇരിക്കുന്നതെന്നതും ആർക്കാണ് അറിയാത്തത്? മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ തനിക്കെതിരെ മോശം പദപ്രയോഗങ്ങൾ നടത്തിയ K സുധാകരനെതിരെ കർശന നടപടികൾ വേണമെന്ന് ഹൈക്കമാൻഡിന് സതീശൻ നേരത്തെ പരാതിയും നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാമെന്ന ഉറപ്പ് നൽകിയാണ് നേതൃത്വം തൽക്കാലം സതീശനെ അനുനയിപ്പിച്ചത്. എന്നാൽ കേരളത്തിൽ കോൺഗ്രസ് ഉജ്ജ്വല വിജയം നേടിയതോടെ KPCC അധ്യക്ഷനെതിരെ പ്രത്യക്ഷ നടപടികൾ കൈക്കൊള്ളാൻ ഹൈക്കമാൻഡിന് കഴിയാതെയും പോയി. ഇതിൽ സുധാകരൻ വിരുദ്ധ ചേരിക്ക് കടുത്ത അമർഷമാണുള്ളത്. അതോടൊപ്പം പുനഃസംഘടനാ വേളയിൽ സുധാകരൻ ഏകപക്ഷീയമായി ഇടപെട്ടുവെന്നും A ഗ്രൂപ്പിനെ അവഗണിച്ചു എന്നുമുള്ള പരാതികളും വളരെ ശക്തമാണ്. ആ വിധം പ്രതിഷേധങ്ങളാണ് സംസ്ഥാന രാഷ്ട്രീയകാര്യ സമിതിയിൽ വലിയ പൊട്ടിത്തെറികളായി മാറിയത്. പുറത്ത് പറയാൻ പോലും കൊള്ളാത്ത കാര്യങ്ങളാണ് KPCC ഓഫീസിൽ നടക്കുന്നതെന്നും ഓഫീസിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചപ്പോൾ അധ്യക്ഷന് പിന്തുണ നൽകാൻ പോലും ആരും തയ്യാറായില്ല എന്നതും വളരെ പ്രധാനമാണ്. രാഷ്ട്രീയ കാര്യങ്ങളെക്കാൾ അധ്യക്ഷന് പ്രാധാന്യം കൂടോത്രത്തിലാണെന്നും സതീശൻ ആക്ഷേപിച്ചപ്പോൾ മറുപടിയില്ലാതെ ഇരിക്കുകയായിരുന്നു K സുധാകരൻ. സമാനമായ കടന്നാക്രമണമാണ് K മുരളീധരനും നേരിടേണ്ടി വന്നത്. എതിർചേരികളിൽ നിന്നും അച്ചാരം വാങ്ങി ചിലർ തന്നെ പരാജയപ്പെടുത്തുകയായിരുന്നുവെന്നാണ് മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തുടർന്ന് സജീവ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും മുരളി വിട്ടുനിൽക്കുകയും ചെയ്തു. ആരോപണങ്ങളിലൂടെ K മുരളീധരൻ ലക്ഷ്യമിട്ടത് മുൻ MP TN പ്രതാപനെയും DCC അധ്യക്ഷനായിരുന്ന ജോസ് വെള്ളൂരിനെ ആയിരുന്നു എന്നതും വ്യക്തമായിരുന്നു. മുരളീധരൻ്റെ വെളിപ്പെടുത്തൽ ഇരു നേതാക്കൾക്കും രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയായി മാറുകയും ചെയ്തു. തൃശ്ശൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം കലുഷിതമാകാൻ പ്രധാന കാരണം ഇതുതന്നെയാണ്. കൂടെ നിന്ന് കാലുവാരി എന്ന ലേബൽ പ്രതാപനും കൂട്ടർക്കും ഏറ്റുവാങ്ങേണ്ടതായും വന്നു. ഉന്നത സമിതി യോഗത്തിൽ പ്രതാപൻ മുരളീധരനെ കടന്നാക്രമിക്കാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ്. തൃശ്ശൂരിലെ പരാജയത്തിന് യഥാർത്ഥ കാരണം സ്ഥാനാർത്ഥിയുടെ വീഴ്ചയാണെന്നാണ് പ്രതാപൻ ഉയർത്തിയ വാദം. പാർട്ടിയെയും പ്രവർത്തകരെയും വിശ്വാസത്തിലെടുക്കാതെ മുരളി പ്രവർത്തിച്ചു. ഫണ്ട് വേണ്ട വിധത്തിൽ ചെലവഴിച്ചില്ല, ജനങ്ങളോട് വേണ്ട വിധത്തിൽ ഇടപഴകിയില്ല എന്ന മട്ടിലായിരുന്നു ആരോപണങ്ങളുടെ പോക്ക്. ജയിച്ചാൽ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം, തോറ്റാൽ പാർട്ടിയുടെ കുറ്റം
എന്ന മട്ടിലെ പ്രതികരണം ശരിയല്ല. മുരളീധരൻ വിഷയത്തിൽ ജോസ് വെള്ളൂരിനെ ബലിയാടാക്കുകയായിരുന്നു. പാർട്ടിയാണ് വലുത്, അതിലും വലുതാണ് താൻ എന്ന് തോന്നുന്നത് കൊണ്ടാണ് നേതൃസമിതി യോഗത്തിൽ നിന്നും മുരളീധരൻ വിട്ടുനിൽക്കുന്നത് എന്ന മട്ടിലായിരുന്നു മുരളിയുടെ അസാന്നിധ്യത്തിൽ പ്രതാപൻ്റെ കടന്നാക്രമണം. പാർട്ടിക്കെതിരെ നിരന്തരം പ്രസ്താവന നടത്തുന്ന മുരളീധരൻ്റെ പേരിൽ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളിയാണ് ഷാനിമോൾ ഉസ്മാനും ഉയർത്തിയത്. തന്നെ പാർട്ടിക്ക് പുറത്താക്കാൻ പലരും ശ്രമിക്കുന്നുവെങ്കിലും അതൊന്നും വിലപ്പോകില്ലെന്നും താൻ എന്നും കോൺഗ്രസ്സുകാരനായി പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നും പിന്നീട് മുരളീധരൻ പ്രതികരിക്കുകയും ചെയ്തു. ഇതെല്ലാം നേതാക്കൾക്കിടയിലെ രൂക്ഷമായ തർക്കങ്ങളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഈ പോക്കിനെതിരെ പലതവണ KC വേണുഗോപാൽ രംഗത്ത് വരികയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ കേരളത്തിലെ നേതാക്കൾക്കൊന്നും ഒരു കുലുക്കവും ഉണ്ടായില്ല. തങ്ങൾക്ക് വെല്ലുവിളിയാകാവുന്ന നേതാക്കളെ ഒതുക്കാനുള്ള വ്യഗ്രത മാത്രമായിരുന്നു എല്ലാവർക്കും. യഥാർത്ഥ രാഷ്ട്രീയ എതിരാളി CPM-ഓ BJP-യോ എന്നതിൽ പോലും വ്യക്തമായ ധാരണ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല എന്ന കാഴ്ചകളാണ് നേതൃയോഗത്തിൽ ഉടനീളം ഉയർന്നത്. കേരളത്തിൽ അതിവേഗം വേരുറപ്പിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന വിഷയത്തിൽ പോലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അതീവ നിർണായകമാണ്. അതിൽ പ്രധാനം കേരളത്തിലെ BJP-യുടെ വേരോട്ടം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പൊതു സ്വീകാര്യത അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തെ മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ആവിഷ്കരിക്കേണ്ടിയിരുന്നത്. ഇടതുപക്ഷവുമായി ഏതളവ് വരെ സഹകരണമാകാം എന്നതുപോലും ചർച്ചാ വിഷയമാകേണ്ടതാണ്. അതൊന്നും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, പരസ്പരം പാരപണിത് വെട്ടിനിരത്താനുള്ള നീക്കമാണ് ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൽ എക്കാലത്തും തുടരുന്ന വ്യക്തി അധിക്ഷേപ രാഷ്ട്രീയം തന്നെയാണ് നേതാക്കൾ ഇപ്പോഴും തുടരുന്നത്. താത്കാലിക നേട്ടങ്ങൾക്കുപരി ദൂരവ്യാപക പ്രതിരോധങ്ങൾ എങ്ങനെ ഉയർത്താമെന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നതിലേക്ക് തന്നെയാണ് ഈ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഫലത്തിൽ BJP-യുടെ വളർച്ചയ്ക്ക് മണ്ണൊരുക്കി നൽകുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നു തന്നെ പറയേണ്ടതായി വരും.